അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം വെടിനിർത്തൽ കരാറുകളുടെ ലംഘനത്തിന് കാരണമാകുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നും ഇറാൻ ആരോപിക്കുന്നു. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ഉപരോധം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വ്യക്തമാക്കിയ രാജ്യം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസിഡർ അമീദ് സയ്യിദ് ഇറവാനി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ കടൽ വഴിയുള്ള ഈ ഉപരോധം ഇറാന്റെ പ്രാദേശിക അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നതായാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഉപരോധം തുടരുകയാണെങ്കിൽ മേഖലയിലെ വ്യാപാര പാതകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും ഇറാൻ മുഴക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് പുറമെ ചെങ്കടൽ, ഒമാൻ കടൽ, പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാരങ്ങൾ തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കയുടെ നടപടി ഇറാന്റെ വാണിജ്യ കപ്പലുകളുടെയും എണ്ണക്കപ്പലുകളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടുന്നതിന്റെ തുടക്കമായാണ് ഇറാൻ ഈ നീക്കത്തെ കാണുന്നത്. അമേരിക്ക തങ്ങളുടെ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇറാന്റെ തീരുമാനം. പേർഷ്യൻ ഗൾഫിലൂടെയോ ചെങ്കടലിലൂടെയോ ഉള്ള ഒരു തരത്തിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും അനുവദിക്കില്ലെന്ന് ഇറാന്റെ മിലിറ്ററി സെൻട്രൽ കമാൻഡ് സെന്റർ മേധാവി അലി അബ്ദുല്ലാഹി വ്യക്തമാക്കുന്നു. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഇറാൻ വിശ്വസിക്കുന്നു. തങ്ങളുടെ എണ്ണ വ്യാപാരത്തെയും മറ്റ് അവശ്യ സാധനങ്ങളുടെ നീക്കത്തെയും തടയുന്നതിലൂടെ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ സായുധ സേന സജ്ജമാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നും ഇറാൻ സൈനിക വക്താക്കൾ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇത്തരമൊരു സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നത് ആഗോള എണ്ണവിലയിൽ വൻ വർധനവിനും കാരണമായേക്കാം. ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെയും സാരമായി ബാധിക്കും. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ അത്യാവശ്യമാണെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായ ഉപരോധങ്ങൾ മേഖലയെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാത്ത വിദേശ ശക്തികളുടെ നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്ന കർശന നിലപാടിലാണ് അവിടുത്തെ ഭരണകൂടം. വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തർക്കം കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. സൈനികമായ നീക്കങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നാൽ അത് പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നായി മാറും. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും നിലവിലെ സൈനിക വിന്യാസങ്ങളും പ്രസ്താവനകളും യുദ്ധസമാനമായ സാഹചര്യമാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധം ഇറാന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ സൈനികമായി തിരിച്ചടി നൽകുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ഇറാന്റെ പക്ഷം.